6ാം ക്ലാസ്സിലെ ബേസിക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് ഓണപരീക്ഷയുടെ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പച്ചക്കറി തോട്ടത്തിൽ നിന്ന് മീൻ ശേഖരിച്ച പൂക്കളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇവയെ അനുയോജ്യമായ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. മത്തൻ, പയറ്, പാവല്, വെണ്ട, പടവലം, വഴുതന, കുമ്പളം, തക്കാളി. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഏകലിംഗ പുഷ്പമെന്നും ദ്വിലിംഗ പുഷ്പമെന്നും ആക്കിയിട്ട് നമുക്കതിനെ തരംതിരിക്കാം. ഓക്കെ, അടുത്തത് തലക്കെട്ടിനെ ആധാരമാക്കി ഓരോ ഗ്രൂപ്പിലെയും പൂക്കളുടെ പ്രത്യേകതകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നത് ഏകലിംഗ പുഷ്പം. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന കൂട്ടത്തിൽ ജാതിമരം ഒറ്റപ്പെട്ടതാണ്, കാരണം എന്ത്? അപ്പോൾ ഇവിടെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ജാതിമരമുണ്ട്. അതെന്തുകൊണ്ടാണ് ഒറ്റപ്പെട്ടത്? ജാതിമരത്തിൽ ആൺസസ്യങ്ങളും പെൺസസ്യങ്ങളും വെവ്വേറെ ആയതുകൊണ്ടാണ്. ഓക്കെ, അടുത്തത് മാമ്പൂവിൻ്റെ ചിത്രം നിരീക്ഷിക്കൂ. ഇതിൽ ABCD എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ ഏതെന്ന് എഴുതുക. അപ്പോൾ കണ്ടല്ലോ, ദളമാണ്, പൂഞ്ഞിട്ടുണ്ട്, അണ്ടാശയുണ്ട്, കേസരമുണ്ട്. മനസ്സിലായല്ലോ? ABCD എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിച്ച് നോക്കണം. ഈ പൂവിൽ പരാഗണം നടന്ന് ഫലമുണ്ടായാൽ താഴെ പറയുന്ന ഭാഗങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിക്കും? പൂഞ്ഞെട്ടിന് എന്ത് മാറ്റം? ദളം, ഓവ്യൂള്, അണ്ടാശയം. ഇവയ്ക്കൊക്കെ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുക? പൂഞ്ഞെട്ടിന് വണ്ണവും ബലവും കൂടും, ദളങ്ങൾ കൊഴിഞ്ഞു പോകും, ഓവ്യൂൾ വിത്തായി മാറുന്നു, അണ്ടാശയം ഫലമായി മാറുന്നു. മനസ്സിലായല്ലോ? ഓവ്യൂള് വിത്തായിട്ടും അണ്ടാശയം ഫലമായിട്ടും മാറുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവയെ തിരിച്ചറിഞ്ഞ് പേര് നൽകുക. ABCD. A ആണ് പേശികോശം, B രക്തകോശം, C കവിളിലെ കോശം, D നാഡീകോശം. മനസ്സിലായല്ലോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മനുഷ്യ ശരീരത്തിലെ വിവിധ കോശങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനങ്ങൾ ഏവ? എന്തൊക്കെയാണ്? മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ട് അല്ലേ? വ്യത്യസ്ത കോശങ്ങൾ വ്യത്യസ്ത ധർമ്മം നിർവഹിക്കുന്നു. വ്യത്യസ്ത കോശങ്ങൾ തമ്മിൽ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജന്തുകോശത്തിൽ ഇല്ലാത്തതും സസ്യകോശത്തിലുള്ളതുമായ ഏതെങ്കിലും ഒരു ഘടകത്തിൻ്റെ പേരെഴുതുക. ഹരിതകണും കോശഭിത്തിയും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു പച്ചക്കറി തോട്ടത്തിലെ ചെടികളിൽ നടന്ന പരാഗണ പ്രവർത്തനങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. ABCD വായിച്ച് നോക്കുക. ഇവയിൽ സ്വപരാഗണം നടക്കുന്ന സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവയിൽ സ്വപരാഗണം നടക്കുന്ന സന്ദർഭം B ആണ്. മത്തൻ ചെടി ആൺപൂവ്, അതേ ചെടി പെൺപൂവ്. ഓക്കെ, വിത്തുണ്ടാകാൻ സാധ്യതയില്ലാത്ത സന്ദർഭം ഏതെല്ലാം? Cയും Dയുമാണ്. മത്തൻ ചെടി ആൺപൂവ്, കുമ്പളച്ചെടി പെൺപൂവ്, കുമ്പളച്ചെടി ആൺപൂവ്, മത്തൻ ചെടി പെൺപൂവ്. ഇനി സ്വപരാഗണം നടക്കുന്ന സന്ദർഭം ഏതാണെന്നാണ് ചോദിച്ചത്. മത്തൻ ചെടി ആൺപൂവ്, മറ്റൊരു മത്തൻ ചെടി പെൺപൂവ്. A ഓപ്ഷനാണ് ശരി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വപരാഗണം, പരപരാഗണം ഇവ എന്തെന്ന് വ്യക്തമാക്കുക. സ്വപരാഗണം എന്നാൽ ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ പൂവിലെ പരാഗണ സ്ഥലത്തോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെ പരാഗണ സ്ഥലത്തോ പതിച്ചാൽ അത് സ്വപരാഗണം. ഓക്കെ, നെക്സ്റ്റ് പരപരാഗണം. ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയുടെ പൂവിലെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് പരപരാഗണം. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ട് നിങ്ങളടുത്ത് ഊർജ്ജരൂപം, ഊർജ്ജമാറ്റം എഴുതാൻ വേണ്ടി പറയും. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. വസ്തുക്കളെ കാണാൻ സഹായിക്കുന്ന ഊർജ്ജരൂപം ഏതാണ്? പ്രകാശോർജ്ജം. ഓക്കെ, പ്രകാശോർജ്ജം രാസോർജ്ജമാക്കി മാറ്റുന്ന ഒരു സന്ദർഭമാണ് പ്രകാശ സംശ്ലേഷണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻസ് നോക്കൂ. ചിത്രങ്ങളിൽ കാണിച്ചിരിക്കുന്ന ജീവികളുടെ പേരെഴുതാനാണ്. A യുഗ്ലേനയാണ്, B അമീബയാണ്, C പാരമീസിയാണ്. ഓക്കെ, ഈ ജീവികളെ നമുക്ക് എങ്ങനെ നിരീക്ഷിക്കാൻ കഴിയും? പ്രവർത്തന രീതി വിശദീകരിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം, ആദ്യം തന്നെ മലിനജലം ശേഖരിക്കണം, എന്നിട്ട് ഗ്ലാസ് സ്ലൈഡിൽ ഒരു തുള്ളി എടുത്തിട്ട് കവർ ഗ്ലാസ് കൊണ്ട് മൂടണം, എന്നിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാം.